ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ഒളിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റഡ് ആയി തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ റീഡിംഗ് റീസണേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ റീസണേറ്റഡ് ഓർ കണക്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വേഗം റീഡിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് കാർഡ് ദ ഫൂൾ കാർഡാണ്. കാർഡ് 1 ചൂസ് ചെയ്തവരെ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി അവരുടെ സത്യസന്ധമായ സ്നേഹവും ഈ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം വേണമെന്നുള്ള ആഗ്രഹവുമാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. അവർ പുറമേക്ക് വളരെ കെയർലെസ് ആയി ഒന്നും സീരിയസ് അല്ലാത്തതുപോലെ പെരുമാറുമെങ്കിലും ഉള്ളിൽ അവർക്ക് നിങ്ങളോടൊപ്പം വീണ്ടും ഒരു പുതിയ തുടക്കം വേണമെന്ന ശക്തമായ ആഗ്രഹമുണ്ട്. അവർ ചെയ്ത പഴയ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ അവരുടെ ഈഗോ കാരണമോ അതവർ പുറമേക്ക് നേരിട്ട് പറയുന്നില്ല. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയവും ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. കാർഡ് 2 ഓഫ് സോർട്സ് ആണ്. ഈ കാർഡ് 2 ചൂസ് ചെയ്തവരെ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി അവരുടെ മനസ്സിലുള്ള ആശയക്കുഴപ്പവും നിങ്ങളോടുള്ള മൂടിവെച്ച വികാരങ്ങളുമാണ് മറച്ചുവെക്കുന്നത്. അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, പക്ഷേ അത് പൂർണ്ണമായി സമ്മതിക്കാൻ ഈ വ്യക്തി തയ്യാറാവുന്നില്ല. അവരുടെ ഹൃദയവും മനസ്സും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒഴിവാക്കാനും ഇഗ്നോർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. ചില വ്യക്തികൾക്ക് കമ്മിറ്റ്മെന്റ് എടുക്കാനുള്ള ഭയവും കാണുന്നുണ്ട് അവരുടെ മനസ്സിൽ. എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. കാർഡ് 3 ടെമ്പറൻസ് കാർഡാണ്. ഈ കാർഡ് 3 ചൂസ് ചെയ്തവരെ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ബന്ധം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പകരം പതിയെ ശാന്തമായി ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവർ നിങ്ങളെ വളരെ സീരിയസ് ആയി കാണുന്നു. ലോങ് ടേം ആയി ബന്ധം നിലനിർത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം അതിൻ്റെതായ ശരിയായ സമയത്ത് മാത്രം നടക്കണമെന്ന് അവർ കരുതുന്നു. അവർ പുറമേക്ക് ശാന്തത കാണിച്ചാലും ഈ ബന്ധത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവണമെന്നും ഇതിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്.